Hi all. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ മൊഡ്യൂൾ 5ൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതിൻ്റെ നെസസറി ആൻഡ് ഡിസൈറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 4 വർഷത്തെ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് എയിലും പിന്നെ പാർട്ട് ഡിയിലും. സോ എന്താണ് പാരലൽ ഓപ്പറേഷൻ നോക്കാം നമുക്ക്. 2 transformers are said to be in parallel if their primary is connected to a common supply and the secondaries are connected to a common load. അപ്പോൾ അതായത് 2 ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട് നമുക്ക്, 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. ഈ 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രൈമറി പ്രൈമറീസ് നമ്മൾ കോമൺ സപ്ലൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യും, സെക്കൻഡറീസ് നമ്മൾ കോമൺ ലോഡിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിലാണ് ആ 2 ട്രാൻസ്ഫോമേഴ്സ് പാരലൽ ആണെന്ന് പറയാം. അപ്പോൾ അതിന് നെസസറി ആൻഡ് ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നെസസറി കണ്ടീഷൻസ് നോക്കാം. നെസസറി കണ്ടീഷനിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ polarities of 2 transformers should be same. Polarities of 2 transformers should be same. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടേൺസ് റേഷ്യോ ഓഫ് 2 ട്രാൻസ്ഫോമേഴ്സ് ഷുഡ് ബി സെയിം. അപ്പോൾ ഇത് രണ്ടുമാണ് പാരലൽ ഓപ്പറേഷൻ ആക്കാൻ അല്ലെങ്കിൽ പാരലലി കണക്ട് ചെയ്യാനുള്ള 2 നെസസറി കണ്ടീഷൻസ്. ഒന്ന് പൊളാരിറ്റീസ് ഓഫ് 2 ട്രാൻസ്ഫോമേഴ്സ് ഷുഡ് ബി സെയിം ആൻഡ് ദ ടേൺസ് റേഷ്യോ ഓഫ് ബോത്ത് ദ ട്രാൻസ്ഫോമേഴ്സ് ഷുഡ് ബി സെയിം. ഇനി നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നോക്കാം. ഡിസൈറബിൾ കണ്ടീഷനിലും നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ് അക്രോസ് ട്രാൻസ്ഫോമർ ഇന്റേണൽ ഇംപിഡൻസ് should be equal. Voltage at full load across the transformer internal impedance should be equal. അപ്പോൾ 2 ട്രാൻസ്ഫോമേഴ്സിൻ്റെയും ഇൻറ്റേർണൽ ഇമ്പിഡൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഷുഡ് ഹാവ് സെയിം പവർ ഫാക്ടർ. ഇപ്പോൾ 2 ട്രാൻസ്ഫോമേഴ്സിനും സെയിം പവർ ഫാക്ടർ ആയിരിക്കണം. സെയിം പവർ ഫാക്ടർ ആവാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം they will share their active power and reactive power according to their ratings. ഇപ്പോൾ 2 എണ്ണത്തിൻ്റെയും റേറ്റിംഗ്സ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, പക്ഷേ 2 ട്രാൻസ്ഫോമേഴ്സിൻ്റെ പവർ ഫാക്ടർ സെയിം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അവരതിനനുസരിച്ച് സെയിം പവർ ഫാക്ടർ കിട്ടുന്നതിനനുസരിച്ച് 2 ട്രാൻസ്ഫോമേഴ്സും അതിൻ്റെ ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും തമ്മിൽ ഷെയർ ചെയ്യും റേറ്റിംഗ്സിനനുസരിച്ച്. അപ്പോൾ അതാണ് ഡിസൈറബിൾ ആയിട്ടുള്ള 2 കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പേപ്പറിലും മോസ്റ്റ് പ്രോബബ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെസസറി ആൻഡ് ഡിസൈറബിൾ കണ്ടീഷൻസ് ഫോർ ദ പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് എന്നാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം.